ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിലുള്ള കട്ട് പീസ് വെച്ചിട്ടും നമുക്കൊരു മോഡൽ കുർത്തി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കട്ട് പീസാണ്. ഇത് കുറേ നാൾ മുമ്പ് കട്ട് പീസായിട്ട് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ഒരു 1.5 മീറ്ററാണ് ഉണ്ടായിരുന്നത്. ഞാൻ വാങ്ങിക്കുമ്പോൾ 80 രൂപയാണ് ഈ പീസിന് വില വന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ക്ലോത്തും കൂടി, അതും കട്ട് പീസാണ് എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സാധാരണ ഒരു കുർത്തി മടക്കിയിടുന്ന പോലെ നമുക്ക് ഈ കട്ട് പീസിൽ മടക്കിയിടാൻ പറ്റില്ല. ഞാനിവിടെ മടക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് വീതിയുടെ ഭാഗത്തേക്ക് ആദ്യം ഒരു പ്രാവശ്യം മടക്കി, വീണ്ടും ഒരു പ്രാവശ്യം കൂടി വീതിയുടെ ഭാഗത്തേക്ക് തന്നെയാണ് മടക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഫോൾഡഡ് സൈഡും അപ്പുറത്തെ സൈഡിൽ ഒരു ഫോൾഡഡും ഒരു ഓപ്പണിംഗ് ആണ് വരുന്നത്. അപ്പം ഇങ്ങനെ മടക്കിയിട്ടപ്പോൾ എനിക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടി. ഒരു 45 ഇഞ്ചോളം നമുക്ക് ഇതുപോലെ ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ മുകളിൽ നിന്നും ടേപ്പിൽ ഷോൾഡർ 6.25 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് തന്നെ നമ്മൾ തൊട്ട് താഴെയും 6.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും ആം ഹോള് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി ആം ഹോൾ മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്നും നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. 40 ഇഞ്ചാണ്. 40 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി മുകളിൽ നിന്നും ടേപ്പ് പിടിച്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക 15 ഇഞ്ച്. അതിനുശേഷം സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക 21 ഇഞ്ച്. ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 10.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എടുത്ത ഭാഗത്ത് നിന്നും സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 10.5 ഇഞ്ച്. 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 11.5 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തു. നമുക്ക് ഈ കുർത്തി സ്ട്രെയിറ്റ് കുർത്തിയായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മുകളിൽ നിന്നും താഴെ വരെ ഒരേ വീതിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ താഴത്തെ വീതി ഇവിടെ നോക്കുമ്പോൾ എനിക്കിവിടെ ഒരു 12.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. 12.5 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തു. ആ ഭാഗത്തു നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ചെരിച്ച് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പോയിൻറ്റ്സ് എല്ലാം ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി താഴത്തെ ഭാഗത്തേക്കും ഇതുപോലെ സ്കെയിൽ വെച്ച് യോജിപ്പിച്ച് വരച്ചെടുക്കുക. ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ആ ലൈൻ്റെ സെൻറ്റർ ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി ആ കോർണറിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ആ സെൻറ്റർ ഭാഗത്ത് നിന്നും ഇതുപോലെ നമ്മളൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്തു. ഇനി ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഫ്രണ്ട് ആം ഹോളും മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ചിലാണ് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നെക്ക് വിഡ്ത്തിൽ നിന്നും ഷോൾഡറിലേക്ക് ഇതുപോലെ ചിരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഞാനിവിടെ ഫ്രണ്ട് നെക്കിന് ലെങ്ത്ത് എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഇനി നമ്മൾ ആ 3.5 ഇഞ്ചിൽ നിന്നും 7 ഇഞ്ചിലേക്ക് ഇതുപോലെ ചെരിച്ചൊരു വി നെക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ചെരിച്ച് ഒരു നെക്ക് വരച്ചു കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് വി വേണ്ട. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ നമ്മളൊരു ഷേപ്പിലാണ് ഇതുപോലെയാണ് നമ്മൾ നെക്ക് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ്. ഒരു ചെറിയ നെക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു യു നെക്കാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് നെക്ക് തൊട്ട് താഴെ വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ വരെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് മടക്കിയിട്ട് കൊടുത്തത്. അപ്പോൾ ഉൾസൈഡിലാണ് നമുക്ക് ബാക്ക് പാർട്ട് വരുന്നത്. അത് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുണ്ട്. ഇപ്പം ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിൽ നെക്കും ആം ഹോളും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ഞാൻ ഈ കുർത്തിക്ക് ചേരുന്ന ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഷേപ്പിലുള്ള കട്ട് പീസൊന്നുമല്ല. അപ്പം എൻ്റെ കയ്യിൽ ഉള്ളൊരു കട്ട് പീസാണ്. അപ്പോൾ ഞാനത് കറക്റ്റ് 2 മടക്കിയിട്ടു. ഇനി മുകളിൽ നിന്നും ടേപ്പ് പിടിച്ച് താഴേക്ക് ലെങ്ത്ത് 14 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആ ഫോൾഡ് ചെയ്ത വശം രണ്ടും ഫോൾഡ് ചെയ്ത വശവും ഒരുമിച്ച് ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ മടക്കിയിട്ട പീസിൽ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ആ ഫ്രണ്ട് പാർട്ടിൽ. അത് തന്നെയാണ് ഈ പീസിൽ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ താഴേക്ക് ഒരു 3.5 ഇഞ്ച് തന്നെയാണ് താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു റൗണ്ട് നെക്കാണ് ഇവിടെ വരയ്ക്കുന്നത്.
അപ്പോൾ താഴത്തെ പീസിലാണ് നമ്മളിവിടെ റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ്, ആം ഹോള് ഇതെല്ലാം നമ്മൾ ഈ പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ സെയിം ഇതിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മൾ ലെങ്ത്ത് എടുത്തത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ച് വരെ ഞാനിതുപോലെ ആ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് മാറ്റിയിടാം. ഇനി ആ നെക്ക് മാർക്ക് ചെയ്ത ആ ഭാഗത്തു നിന്നും താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആ 14 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് ഇതുപോലെ വളച്ച് ഇതുപോലെ ഒന്ന് മുട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ വളച്ച് എടുക്കുക. ആ 3.5 ഇഞ്ചിൽ നിന്ന് ആ 14 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ വളച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുത്തു. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് ഈ പീസ് കിട്ടുന്നത്. സ്ലീവ് നമ്മൾ യോക്കിൻ്റെ ഭാഗത്ത് വരുന്ന ആ കട്ട് പീസിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മടക്കിടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ പേപ്പറിലാണ് കട്ട് ചെയ്തെടുത്തത്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 13 ഇഞ്ചാണ്. സ്ലീവിൻ്റെ ആം ഹോൾ കർവ് വരുന്നത് 9.5 ഇഞ്ച്. 9.5 ഇഞ്ച് എടുത്ത ഭാഗത്തു നിന്ന് മുകളിലേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി സ്ലീവിൻ്റെ ഓപ്പണിംഗ് വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ച്. 1 ഇഞ്ച് താഴത്ത് മൂട്ടി 7 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ള എൻ്റെ കയ്യിലുള്ള പീസാണ്. അപ്പോൾ ഞാനിത് രണ്ടാക്കി മടക്കിയിട്ടു. ഇനി നമ്മൾ ആ പേപ്പർ വെച്ച് നമ്മൾ ആ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓരോ സ്ലീവ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് നമുക്ക് അളവൊന്നും കറക്റ്റ് അല്ല. അപ്പോൾ നമ്മളിത് കറക്റ്റാണെന്ന് നോക്കിയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിത് അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 2 സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വശങ്ങളാണ് ഞാനിവിടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഒരു സൈഡ് വശം മാത്രം കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പം ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ലെങ്ത്ത് ഇവിടെ കുറവാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 9 ഇഞ്ചോളമാണ് ലെങ്ത്ത് ഉള്ളൂ. നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ വി നെക്ക് ആയതുകൊണ്ട് ആ വി ഷേപ്പിൽ തന്നെ നമുക്കിത് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സൈഡിൽ നിന്നും കട്ട് ചെയ്ത പീസ് അത് രണ്ടാക്കി മടക്കിയ പീസാണ്. ആ പീസ് ഞാനിവിടെ ആ നെക്കിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ നെക്ക് വിടുത്തത് നമുക്ക് 3.5 ഇഞ്ചാണ്. അത് നമ്മൾ കറക്റ്റ് ആ പീസിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ തെന്നി എങ്ങനെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതേ ഷേപ്പിൽ നമ്മളിതുപോലെ ആ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ വരച്ചെടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നെക്കിൻ്റെ നമുക്ക് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വി നെക്കായിട്ടാണ് നമുക്ക് ഈ പീസ് കിട്ടുന്നത്. ഫ്രണ്ട് പാർട്ടിൽ താഴത്തെ ഭാഗത്ത് ബോർഡർ വെക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 3 ഇഞ്ച്. ഞാനിതുപോലെ രണ്ടാക്കി മടക്കിയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തത്. യോക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ വെക്കുന്ന പീസാണിത്. ഈ പീസിൻ്റെ താഴ്ഭാഗത്ത് വെക്കാനായിട്ട് 1.25 ഇഞ്ച് വീതിയിൽ ഇതേ ഷേപ്പിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ഈ പീസ്, അതായത് നമ്മൾ ഈ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെ നിന്ന് ഒരു 1.25 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ്. ഇനി നമ്മളിത് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്രോസ് പീസ് യോജിപ്പിച്ചെടുത്തു. ഇനി നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ നെക്കും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ആ വി ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന ആ പീസ് ഞാൻ കറക്റ്റ് ആ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 1/4 ഇഞ്ചിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. സൈഡിൽ നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉൾ സൈഡിലേക്ക് നമ്മൾ സാധാരണ നെക്കിന് ചെയ്യുന്ന പോലെ തന്നെ ഉൾ സൈഡിലേക്ക് രണ്ടാക്കി മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ പീസിൽ ക്രോസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി ക്രോസ് പീസ് ഉള്ളിലേക്ക് രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി താഴത്തെ പീസിലും ചെറിയ കട്ടിങ്സ് ഇട്ടതിന് ശേഷം ഉള്ളിലേക്ക് നമ്മൾ മടക്കി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് മടക്കി ഉള്ളിലേക്ക് ഒന്ന് മടക്കി ഇതുപോലെ ഒന്നില്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് എടുക്കാം. ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ പീസിൽ നെക്കിൻ്റെ ഭാഗം ഉള്ളിലേക്ക് മടക്കി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഈ പീസ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ താഴത്തെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ച ആ പീസും അതുപോലെ തന്നെ നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗവും ആ താഴത്തെ ഭാഗവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്.
നമ്മൾ കുർത്തിയുടെ താഴെ വയ്ക്കാനായിട്ട് ഒരു 3 ഇഞ്ച് വീതിയുള്ളൊരു പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ നല്ല വശമാണ് നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഈ കുർത്തിയുടെ മുകൾ ഭാഗം അതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി ഇതിൻ്റെ അരികുവശം ഒന്ന് 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ അരികുവശം മടക്കി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബാക്ക് പാർട്ട് ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് പീസ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഇനി ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് ചേർത്ത് വെച്ച് ആ ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ക്രോസ് പീസ് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് 2ആക്കി മടക്കി വെച്ചിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷോൾഡർ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ നമുക്ക് ആ ക്രോസ് പീസ് 2ആക്കി ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ബാക്കിനേക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും നമ്മുടെ കുർത്തിയുടെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ 2 സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത് അത് നമ്മളിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ആ സ്ലിറ്റിൻ്റെ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. 2 സൈഡിലും സ്ലിറ്റിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴേക്ക് നമ്മൾ സ്ലിറ്റ് 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി താഴത്തെ പീസിൽ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട, ബാക്ക് പാർട്ടിൽ ഒന്ന് ചെറുതാക്കി 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കുർത്തി കിട്ടിയിരിക്കുന്നത്. 2 കട്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വെറൈറ്റി മോഡലിലുള്ള ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തത്. നമുക്ക് ഇതിൽ ആ സ്ലീവ് ഓറഞ്ച് കളറായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നേനെ. പക്ഷേ ഓറഞ്ച് കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.